കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ ചിരിപടർത്തിയ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. അധികാരം ഏറ്റെടുക്കാൻ പോകുന്ന UDF സർക്കാരിനെ വെല്ലുവിളിക്കുന്ന ഒരു കുട്ടി സഖാവിന്റെ വീഡിയോയാണത്. 18 or 20 വയസ്സ് മാത്രം പ്രായം വരുന്ന ഒരു സഖാവാണ് പൊതുമധ്യത്തിൽ നിന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശനെയും UDF സർക്കാരിനെയും വെല്ലുവിളിക്കുന്നത്. ഈ കുട്ടി സഖാവിന് 20 വയസ്സ് പ്രായം കൂട്ടി നോക്കിയാൽ ഒരു കാര്യം ഉറപ്പിക്കാം. സഖാവിന് 10 വയസ്സ് പ്രായമുള്ളപ്പോഴായിരിക്കണം ഒന്നാം പിണറായി സർക്കാർ അധികാരം ഏറ്റെടുത്തത്. 10 വർഷങ്ങൾക്കിപ്പുറം ആ കുട്ടി സഖാക്കന്മാർ ഒന്ന് വലുതായപ്പോഴാണ് VD സതീശൻ സർക്കാർ അധികാരം ഏറ്റെടുത്തത്. സംസ്ഥാന സർക്കാരിനെതിരെ സംസാരിക്കാൻ കുട്ടി സഖാക്കന്മാർക്ക് കിട്ടിയ ആദ്യ അവസരമാണത്. പോലീസിനെയും നിയുക്ത സർക്കാരിനെയും എല്ലാം വെല്ലുവിളിക്കുന്നുണ്ട് SFIയുടെ കുട്ടി സഖാക്കന്മാർ. അക്കൂട്ടത്തിലാണ് ആദ്യം സൂചിപ്പിച്ച ഒരു വീഡിയോ വന്നത്. പോലീസ് തങ്ങളെ തൊട്ടാൽ വിവരമറിയുമെന്നും മുഖ്യമന്ത്രിയെ വഴി നടത്തില്ലെന്നും ഒക്കെ വിളിച്ചു പറയുന്നുണ്ട് കുട്ടി സഖാക്കന്മാർ. ഇതിന് താഴെ വന്നിരിക്കുന്നത് രസകരമായ കമന്റുകളാണ്. ജലപീരങ്കിയുമായി വന്ന പോലീസ് അത് വേണ്ടെന്ന് വെച്ച് ബക്കറ്റിൽ വെള്ളം കോരി ഒഴിച്ച് കുട്ടി സഖാക്കന്മാരെ ഓടിച്ചുവെന്നാണ് ഒരു കമന്റ്. ഈ പ്രായത്തിൽ ഇത്തരം ഭീഷണികൾ പറഞ്ഞ് പഠിച്ചാൽ വലുതാകുമ്പോൾ എന്താവുമെന്ന് മറ്റൊരാൾ ചോദിക്കുന്നുണ്ട്. ഇതുപോലുള്ളവരാണ് ഇടതുപക്ഷത്തെ ഇന്ന് കാണുന്ന അവസ്ഥയിലെത്തിച്ചതെന്നായിരുന്നു മറ്റൊരു കമന്റ്. SFI സഖാവിന്റെ ഭീഷണി കേൾക്കുമ്പോൾ ആരുടെയും മുഖത്ത് ചിരി വന്നു പോകും. ഒരാളെ നേർക്ക് നേർ നിന്ന് വെല്ലുവിളിക്കാനുള്ള ആവതൊന്നും ഇല്ലാത്തവരാണ് നിയുക്ത സർക്കാരിനെയും VD സതീശനെയും ഇപ്പോൾ തീർക്കുമെന്ന് ഭീഷണി മുഴക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി പ്രത്യേകിച്ച് പണിയൊന്നും SFI നേതാക്കന്മാർക്കില്ലായിരുന്നു. പിന്നാലെ പിണറായി ഭരണത്തിന് ജനം ഫുൾ സ്റ്റോപ്പ് ഇട്ടതോടെ വീണ്ടും SFIക്കാർ തലപൊക്കുന്നുണ്ട്. ആ കുട്ടി സഖാവിന്റെ ഭീഷണിയുടെ വീഡിയോ ചേർക്കുന്നുണ്ട്, കണ്ടു നോക്കാം. ഞങ്ങളെ അങ്ങ് ഏതെങ്കിലും ഒരു പോലീസുകാരോ ഈ നാടിനകത്തെ ഏതെങ്കിലും ഒരു അധികാരി വർഗമോ ഞങ്ങളെ അങ്ങ് ആക്രമിക്കാൻ വേണ്ടി തുനിഞ്ഞു വന്നാൽ ഈ നാടിനകത്തെ KSUകാരനെ പോലെ MSFകാരനെ പോലെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നതിന് വേണ്ടി SFIക്കാർ തയ്യാറാവില്ല. തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യം SFIയുടെ നേതൃത്വത്തിൽ ഈ നാടിനകത്ത് ഉണ്ടാവുമെന്നുള്ളത് തന്നെയാണ് സൂചിപ്പിച്ചു വെക്കാനുള്ളത്. സമീപനം സ്വീകരിച്ചിട്ടുള്ള പോലീസിനോട് SFIയുടെ സംസ്ഥാന സെക്രട്ടറി സൂചിപ്പിച്ചു വെച്ചതുപോലെ ഞങ്ങളായിട്ട് ഒരു പോലീസുകാരെയും ഞങ്ങളായിട്ട് ഈ ഒരു നാടിനകത്തെ അധികാരവർഗത്തെയും ചോദ്യം ചെയ്യാനും ആക്രമിക്കാനും വേണ്ടി തയ്യാറാവില്ല. പക്ഷെ ഞങ്ങളെ അങ്ങ് ഏതെങ്കിലും ഒരു പോലീസുകാരോ ഈ നാടിനകത്തെ ഏതെങ്കിലും ഒരു അധികാരി വർഗമോ ഞങ്ങളെ അങ്ങ് ആക്രമിക്കാൻ വേണ്ടി തുനിഞ്ഞു വന്നാൽ ഈ നാടിനകത്തെ KSUകാരനെ പോലെ MSFകാരനെ പോലെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നതിന് വേണ്ടി SFIക്കാർ തയ്യാറാവില്ല. തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യം SFIയുടെ നേതൃത്വത്തിൽ ഈ നാടിനകത്ത് ഉണ്ടാവുമെന്നുള്ളത് തന്നെയാണ് സൂചിപ്പിച്ചു വെക്കാനുള്ളത്. പ്രിയപ്പെട്ട സഖാക്കളെ, വരും ദിവസങ്ങളിൽ SFIയുടെ നേതൃത്വത്തിൽ ഈ കേരളത്തിനകത്തെ അത്യോജ്വലമായിട്ടുള്ള സമരങ്ങൾക്കാണ് SFI നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോകുന്നത്. പ്രിയപ്പെട്ട മുഴുവൻ സഖാക്കളും അത്തരത്തിലുള്ള സമരങ്ങൾക്ക് ഉണ്ടാവണമെന്ന് മാത്രം സൂചിപ്പിച്ചു.